മനുഷ്യരായാലും മൃഗങ്ങളായാലും പ്രകൃതിയിൽ തന്നെ തുടങ്ങി പ്രകൃതിയിൽ തന്നെ അവസാനിക്കുന്നതാണ് പ്രകൃതി നിയമം. മാത്രമല്ല, അപ്രതീക്ഷിതമായി വരുന്ന പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികളെയും ബാധിക്കുന്നുണ്ട്. അത്തരത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു പ്രകൃതി വ്യതിയാനം ഒരു മുതലയ്ക്ക് മരണക്കെണിയായി മാറിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഏറെ ഉലച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ പ്രവചനാതീതവും അസാധാരണവുമായ സ്വഭാവത്തെ ഒരു പരിധിവരെ മനുഷ്യൻ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ജീവജാലങ്ങൾക്ക് പ്രകൃതിക്കായി സ്വയം വിട്ടുകൊടുക്കുകയേ നിവർത്തിയുള്ളൂ. അയൺ ഗേറ്റർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് കഴിഞ്ഞ ദിവസം അത്തരമൊരു ദാരുണ സംഭവം പങ്കുവയ്ക്കപ്പെട്ടത്. വീഡിയോയുടെ തുടക്കത്തിൽ വെളുത്ത ഐസ് കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു തടാകത്തിൽ തെളിഞ്ഞ ഐസിനടിയിൽ കിടക്കുന്ന ഒരു മുതലയെ കാണാം. ക്യാമറ അനങ്ങുന്നത് കൊണ്ട് തന്നെ മുതലയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നീട് വീഡിയോ അവസാനിക്കുന്ന സമയത്താണ് മുതല ചെറുതായിട്ട് അനങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഐസിൽ ഉറഞ്ഞു പോയ മുതല. ഒരു പക്ഷേ തന്റെ ജീവിതകാലം മുഴുവനും ആ മുതല ആ കുളത്തിലോ നദിയിലോ ആകാം ജീവിച്ചിരിക്കുക. അന്നൊരു നാൾ പുറത്തു കടക്കും മുൻപ് ഉറഞ്ഞു പോയൊരു തടാകം അവന് മരണക്കെണി ഒരുക്കി. എന്നാൽ മുതലകൾക്ക് തണുപ്പിനെ ഏറെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് അയൺ ഗേറ്റർ വിശദീകരിക്കുന്നത്. 67 ലക്ഷം പേരാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീഡിയോ കണ്ടത്. 2 ലക്ഷത്തിന് മുകളിൽ പേർ വീഡിയോ ലൈക്ക് ചെയ്യുകയും 10,000-ഓളം പേർ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തു. ബഹളം വെക്കാതെ ശാന്തരാകൂ, ഞാൻ ഓക്കെയാണ്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, ഒരു കാഴ്ചക്കാരൻ മുതലയുടെ വാക്കുകൾ എന്ന രീതിയിൽ കുറിച്ചു. ഒരു കാഴ്ചക്കാരൻ അയൺ ഗേറ്ററിനോട് ആ ഐസ് തകർത്ത് അവനെ പുറത്തെടുത്ത് ഭക്ഷണം കൊടുക്കരുതോ, അത് നിങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് സംശയം ചോദിച്ചു. സാധാരണയായി മുതലകൾ മനുഷ്യരെ ആക്രമിക്കില്ലെന്നും എന്നാൽ തരം കിട്ടിയാൽ അവ ആക്രമിക്കാതിരിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്നും അയൺ ഗേറ്റർ മറുപടി നൽകി. ഒപ്പം തണുപ്പ് കാലത്ത് മുതലകൾ പതുക്കെയാണെന്നും നിങ്ങൾ പറഞ്ഞ രീതിയിൽ മുതലയെ ഒരിക്കലും പിടിക്കാൻ ശ്രമിക്കരുതെന്നും അത് പ്രൊഫഷണൽ രീതിയല്ലെന്നും അദ്ദേഹം എഴുതി. അതിന് ശ്വസിക്കാൻ സാധിക്കില്ല എന്നൊരു വ്യക്തി കമന്റ് ചെയ്തപ്പോൾ അതിന്റെ മൂക്ക് ഐസിന് പുറത്താണെന്നും അതുകൊണ്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും അയൺ ഗേറ്റർ മറുപടി നൽകി.